ഇങ്ങനെ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള എല്ലാ അപ്പിയറൻസും ഇങ്ങനെ അപരിചിതനായിട്ടായിരുന്നു, സ്ട്രേഞ്ചറായിട്ടായിരുന്നു. നിങ്ങൾക്കതിൻ്റെ സീക്വൻസ് ഒക്കെ ഒന്ന് ഓർത്തെടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ മറിയം വിചാരിക്കുന്നത് ഇതൊരു തോട്ടപ്പണിക്കാരനാണെന്ന്. അങ്ങനെ തന്നെയാണ് മറിയം പറയുന്നത്, എൻ്റെ കർത്താവിനെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി, നിങ്ങളാണത് എടുത്തെങ്കിൽ എവിടെയാണെന്ന് പറഞ്ഞിരിക്കും, ഞാൻ എടുത്തുകൊണ്ട് പോകാം. പിന്നീട് കടപ്പുറത്ത് അവരിങ്ങനെ മീൻ പിടിക്കുമ്പോഴേക്കും ആളിങ്ങനെ കടപ്പുറത്ത് നിൽക്കുകയാണ്, വല്ലതും കിട്ടിയാണ്. പിന്നെ നമ്മൾ വായിച്ചു കേൾക്കുന്ന ഒരു യാത്ര പോകുമ്പോൾ അവരുടെ ഈ യാത്രയുടെ ഇടയിൽ ഇവിടെ വെച്ച് മറ്റൊരു യാത്രക്കാരൻ, മറ്റൊരു മുഷിഞ്ഞ വേഷമുള്ള ഒരാൾ ഇങ്ങനെ കൂടെ കയറുകയാണ്. നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? തോമസിന് പോലും അയാൾ അത്രയും അപരിചിതനായത് കൊണ്ടാണ് ഇങ്ങനെ അടയാളങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരുന്നത്. ഓർത്തു നോക്കിയാൽ ഈ ഉയർപ്പിന് ശേഷമുള്ള യേശുവിൻ്റെ എല്ലാ പ്രത്യക്ഷീകരണങ്ങളും ഇങ്ങനെ അപരിചിതനായിട്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ബോധത്തിൽ ഇങ്ങനെയൊരു ദൈവശാസ്ത്രം രൂപപ്പെട്ടു. ഈ അപരിചിതരെ സ്വാഗതം ചെയ്യുന്ന വഴി നിങ്ങൾ ഈശ്വരനെ തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത്.